ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ചേച്ചി, അമ്മയച്ഛൻ എവിടെ? അമ്മയച്ഛൻ അവിടെ ഉണ്ടാവും കേശൂട്ടാ. ചേച്ചി, എനിക്ക് പേടിയാവുന്ന ചേച്ചി. പേടിക്കണ്ട, മോന്റെ ചേച്ചി ഇല്ലേ കൂടെ? കേശൂട്ടൻ ഇവിടെ നിന്നോ. ചേച്ചി അമ്മേനെ അച്ഛനെ നോക്കിട്ട് വരാട്ടോ. അമ്മേ, 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 അച്ഛാ, അമ്മേ, അമ്മേ, അച്ഛാ. അമ്മേ, അച്ഛാ. കേശു, കേശുട്ടാ. കേശുട്ടാ, 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 കേശുട്ടാ. എന്റെ കേശുട്ടനെ കൊണ്ടുപോലേ. കേശുട്ടാ, കേശുട്ടാ. കേശുട്ടാ, 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 കേശുട്ടാ. ആ, വിട്. ആ, അമ്മേ. ഓ അതെയോ, വളരെ നല്ല കാര്യമല്ലേ. വന്നോട്ടെ, നമുക്ക് വലിയൊരു സ്വീകരണം തന്നെ കൊടുക്കാമല്ലോ. ആദ്യം ഞാൻ ഈ വാർത്ത അറിയിക്കേണ്ടവരൊക്കെ അറിയിക്കാം. അതെ, ഇതാണ് പറയുന്നത്. നമ്മൾ ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിക്കാരെ വിചാരിച്ചിട്ടോ, വരാൻ ആഗ്രഹിക്കുന്ന ഭക്തരെ വിചാരിച്ചിട്ടോ, വലിയ സെലിബ്രിറ്റികൾ വിചാരിച്ചിട്ടോ ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അതിന് അമ്മ തന്നെ വിചാരിക്കണം. അമ്മ ഇങ്ങോട്ട് വിളിക്കണം. ಅಲ್ಲ, ಹಾಗಾದ್ರೆ ಯಾರು ಕರೆದಿದ್ದು? വിളിച്ചത് നമ്മുടെ സുഹൃത്താ. വസുന്ധരാദേവിയുടെ കാര്യം പറയായിരുന്നേ. എന്നിട്ട് എന്താ പറഞ്ഞത്? എത്ര വർഷമായി അവരുടെ ഒരു കച്ചേരി നടത്തണം നമ്മൾ ആഗ്രഹിച്ചിട്ട്. 1-2 തവണ തീരുമാനം എടുത്തിട്ട് അവരോട് ബന്ധപ്പെട്ടതുവാ. എന്നിട്ട് നടന്നോ? ಹೌದು, ಈಗ ಏನಾಗಿಲ್ಲ. ಈಗ ಏನಾಗಿತ್ತು? അവർക്ക് അമ്മയുടെ മുന്നിൽ കച്ചേരി പാടണമെന്ന് അവരിങ്ങട് സമയം ചോദിച്ചിരിക്കുക. ಆಮೇಲೆ ಆಲೋಚನೆಗೆ ಏನಿಲ್ಲ. ആലോചിക്കുന്നില്ല. എപ്പോഴാണോ അവർക്ക് സൗകര്യം അപ്പോഴത്തേക്കും നമ്മൾ ഇവിടെ വേദി ഒരുക്കും. അത് ചെയ്യാം. അപ്പോഴും അമ്മയുടെ വിളി ചെല്ലണം. അമ്മയുടെ വിളി ചെന്നിട്ടുണ്ടാവൂലോ. അമ്മയുടെ വിളിയാ അവരുടെ ഉൾവിളിയായിട്ട് ഇങ്ങോട്ടെത്തിയത്. അമ്മേ ദേവി. എല്ലാ കലകളുടെയും അതിദേവതയാണ് അമ്മ. ಕಲಗಳಿಗೆ ಜಾತಿ ಮತ ವರ್ಗ ವಂಶ ವ್ಯತ್ಯಾಸಗಳೊಂದಿಲ್ಲ. ಭಕ್ತರ ದಿವ್ಯ ಸಾನ್ನಿಧ್ಯವಾದ ಶ್ರೀ ಮೂಕಾಂಬಿಕಾ ದೇವಿಯ ಸಾನ್ನಿಧ್ಯಕ್ಕೆ ವಸುಂಧರಾ ದೇವಿಯವರು ಆಗಮಿಸಿದ್ದರು.
നമ്മൾ കാത്തിരുന്ന തെന്നിന്ത്യൻ ഗായിക വസുന്ധര ദേവി എത്തിക്കഴിഞ്ഞു. നമസ്കാരം. മാഡം ആദ്യമായിട്ടാണല്ലോ ഇവിടെ? അതെ, ആദ്യമായിട്ടാണ്. പിന്നെ നിങ്ങൾക്കറിയാലോ, മൂകാംബിക അമ്മയുടെ തിരുനടയിലെത്താൻ നമ്മൾ തീരുമാനിച്ച പോരല്ലോ, ദേവി തന്നെ അത് തീരുമാനിക്കണ്ടേ. ഏതൊരു കലാകാരനും തൻ്റെ കല ഇവിടെ മൂകാംബിക അമ്മയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതിനെ ദേവിക്ക് മുന്നിലുള്ള ഒരു വഴിപാടായി കണക്കാക്കാമോ? തീർച്ചയായും. ഒരർത്ഥത്തിൽ ഇതൊരു വഴിപാട് തന്നെയാണ്. എന്നാൽ മറ്റൊരർത്ഥത്തിൽ ഇത് വഴിപാട് മാത്രമല്ല. കഴിഞ്ഞ 3-4 വർഷമായി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു യജ്ഞത്തിൻ്റെ പരിസമാപ്തി കൂടിയാണ്. മാം, ആ യജ്ഞത്തെക്കുറിച്ചൊന്ന് പറയാമോ? പറയാം. ഇന്ത്യയിൽ ആകമാനമുള്ള 108 ദേവീക്ഷേത്രങ്ങളിൽ ചെന്ന് നാദാർച്ചന നടത്തുന്ന ഒരു യജ്ഞം. 107 ക്ഷേത്രങ്ങളിൽ ചെന്ന് പാടിക്കഴിഞ്ഞു. ഇത് അവസാനത്തെയാണ്. അതും മൂകാംബിക അമ്മയ്ക്ക് മുന്നിൽ തന്നെ ആവണമെന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചതാണ്. ഇതൊരു റെക്കോർഡാണ്. പിന്നെ കച്ചേരി കേൾക്കാനും പ്രോഗ്രാം കവർ ചെയ്യാനും നിങ്ങൾ ഉണ്ടാവണം. ഷുവർ മാഡം. താങ്ക് യു. ഞങ്ങളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ചൊരു മുഹൂർത്തമാ. പല കുറെ ശ്രമിച്ചതുവാ, നടക്കാതെ പോയി. ഇപ്പോ മാഡം തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടപ്പോ ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. ഞങ്ങളെല്ലാവരും വലിയ ത്രില്ലില്ല മാഡം. ദക്ഷിണേന്ത്യൻ സംഗീതത്തെ ലോകം മുഴുവൻ എത്തിക്കുന്ന വസുന്ധരാമ്മയുടെ ശബ്ദം കേൾക്കാൻ ഞങ്ങളെല്ലാവരും അക്ഷമരായി കാത്തിരിക്കുക. വളരെ സന്തോഷം. ഇരിക്കൂ. 107 ദേവീക്ഷേത്രങ്ങളിൽ ഞാൻ പാടിക്കഴിഞ്ഞു. ഓരോ ദേവി സന്നിധിയിൽ പാടി നിർത്തുമ്പോൾ ഞാൻ അറിഞ്ഞ ഒരു സത്യമുണ്ട്. ബിംബങ്ങളിലും ക്ഷേത്രങ്ങളിലും പരിസരങ്ങളിലും മാത്രമേ വ്യത്യാസമുള്ളൂ. ദേവിയുടെ അകപ്പൊരുൾ എല്ലായിടത്തും ഒന്നാണ്. ആ, അത് ശരിയാണ് മാഡം. സ്വയംഭൂവായ മഹാദേവിയുടെ ഭിന്നഭാവങ്ങളാണല്ലോ എല്ലാം. അതെ അതെ, ആ അറിവാണ് ഈ ഗാനാർച്ചനകളുടെ ഏറ്റവും വലിയ പ്രതിഫലം. പിന്നെ എന്റെ ടീം റെഡിയായാൽ ഉടനെ നമുക്ക് പ്രോഗ്രാമൊക്കെ ആരംഭിക്കാമല്ലോ അല്ലേ? അത് മാഡം, നമുക്ക് തടസ്സമൊന്നുമില്ല. പക്ഷേ എല്ലാ വർഷവും ഈ ദിവസം സരസ്വതി മണ്ഡപത്തില് ആദ്യത്തെ പ്രോഗ്രാം കേശവ് പൊതുവാളെന്ന് പറഞ്ഞൊരാളിന്റെ കൊട്ടിപ്പാടി സേവയാ. അത് 30-35 വർഷങ്ങളായി തുടരുന്നൊരു പതിവാ. ഏത് ലോകത്തായാലും ഈ ദിവസം പൊതുവാൾ ഇവിടെ എത്തിയിരിക്കും. അല്ല, അതൊരു 1/2 മണിക്കൂർ പ്രോഗ്രാം. അത് കഴിഞ്ഞാൽ മാഡത്തിന് തുടങ്ങാലോ.